ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി അബിൻ വർക്കി, ഇടതു നിരീക്ഷകൻ എം ജയചന്ദ്രൻ, ബി.ജെ.പി പ്രതിനിധി പ്രിന്റു മഹാദേവ്, രാഷ്ട്രീയ നിരീക്ഷകൻ എൻ.പി. ചെക്കുട്ടി എന്നിവരാണ്. ആദ്യം ഞാൻ അബിനിലേക്ക് പോകുന്നു. അബിൻ വർക്കി, ഇപ്പോൾ RSS ADGP കൂടിക്കാഴ്ചയിൽ ADGPക്കെതിരെ നടപടി വേണം എന്നുള്ള ആവശ്യം ശക്തമായി ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ് CPI. കോൺഗ്രസും ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ DGPയുടെ റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി. അതായത് ശരിയായ തീരുമാനം വരാൻ പൂർണ്ണമായ സത്യം പുറത്തു വരട്ടെ എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചത്. ഈ പൂർണ്ണമായ സത്യം, പൂർണ്ണമായ രാഷ്ട്രീയ സത്യം DGP ആണോ കൊണ്ടുവരിക? തീർച്ചയായിട്ടും അല്ല. ഇതിനകത്ത് പ്രശ്നം ഈ RSSും ADGPയുമായി നടത്തിയ ചർച്ചയുടെ ഒരു ഭാഗമെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കൂ, 2023 ജൂലൈ മാസത്തിൽ നടന്ന RSS ADGP കൂടിക്കാഴ്ചയുടെ വിവരം, ആ കൂടിക്കാഴ്ച നടന്ന് അന്ന് പാതിരാത്രി പിറ്റേ ദിവസം പുലർച്ചെയായിട്ട് സംസ്ഥാന ഇന്റലിജൻസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചതാണ്. RSSന്റെ ചീഫ് ഹൊസബല്ല ദത്താത്രേയെ ADGP കണ്ട് 1 മണിക്കൂർ സംസാരിച്ചു എന്നുള്ള കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ടേബിളിൽ എത്തിയതാണ്. എന്തുകൊണ്ടാണ് ഒരു വർഷമായിട്ടും അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് തോന്നാത്തത്? അതാണ് ഇതിൽ സംശയം ജനിപ്പിക്കുന്ന ഒന്നാമത്തെ സംഗതി. അതിനുശേഷം കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റാം മാധവുമായി കോവളത്തെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയും ആ കൂടിക്കാഴ്ചയുടെ വിവരവും സംസ്ഥാന ഇന്റലിജൻസിന്റെ റിപ്പോർട്ടായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ടേബിളിൽ ഇരുന്നിട്ട് വർഷം 1 കഴിഞ്ഞു. എന്നിട്ടും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും LDFലെ തന്നെ ഘടകകക്ഷി നേതാക്കന്മാരും LDFലെ തന്നെ MLAമാരും ഒരു ആരോപണം ഉന്നയിക്കുന്നത് വരെ ഇത്ര ഗുരുതരമായ ഒരു വിഷയത്തിൽ അന്വേഷണം എന്ന പ്രഹസനം നടത്താൻ മുഖ്യമന്ത്രി വൈകിയത് എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആ കൂടിക്കാഴ്ചയുടെ വിഷയം എന്തായിരുന്നുവെന്നും കൂടിക്കാഴ്ച നടത്തിയത് എന്തിനായിരുന്നു എന്നുള്ളതും കൃത്യമായി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു. അത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെയാണ് RSS നേതൃത്വമായി ADGP കൂടിക്കണ്ടത്, സംസാരിച്ചത്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരാൻ വേണ്ടി ഒരു ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി കാത്തിരിക്കും എന്ന് ചിന്തിക്കാൻ മാത്രം മണ്ടന്മാരാണല്ലോ നമ്മൾ എല്ലാവരും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇത്ര ദിവസമായി CPI അതിശക്തമായി ADGPക്കെതിരെ നിലപാടെടുത്തു. ശ്രീ VS സുനിൽകുമാർ ഇടതുപക്ഷ സ്ഥാനാർത്ഥി തന്നെ വളരെ കൃത്യമായി പറഞ്ഞു. ബിനോയ് വിശ്വം പറഞ്ഞു ഇത് അധികം നാൾ ഇങ്ങനെ അങ്ങ് പോവുകയില്ല. ആനി രാജ പറഞ്ഞു RSS ഫാക്ഷൻ ഈ കേരള പോലീസിനുള്ളിലുണ്ട്. വർഗീസ് ജോർജ് LDFന്റെ ഘടകകക്ഷി പറഞ്ഞു. കേരള കോൺഗ്രസ് എതിർത്ത് സംസാരിച്ചു. PV അൻവർ, KT ജലീൽ എന്ന ഇടതുപക്ഷത്തിന്റെ MLAമാർ എതിർത്ത് സംസാരിക്കുന്നു. എന്നിട്ടും ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത്രയും നാൾ ഈ ADGPക്കെതിരെ ഒരു അന്വേഷണം നടത്തിയില്ല എന്നത് മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിക്കൂ, തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയത് എങ്ങനെയാണ്? ആരോപണ വിധേയൻ ADGP അജിത് കുമാർ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ADGP അജിത് കുമാറിനെതിരായിട്ടുള്ള ഒരു അന്വേഷണം ADGP അജിത് കുമാർ അന്വേഷിച്ച് ADGP അജിത് കുമാർ ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൊടുത്തു. ADGP അജിത് കുമാർ കുറ്റക്കാരനല്ല എന്നുള്ളത് എത്രമാത്രം പ്രഹസനമാണ് ഈ കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നിട്ടും ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടും ആ റിപ്പോർട്ട് LDF തള്ളിക്കളഞ്ഞിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി അയാളെ സംരക്ഷിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ആ കൂടിക്കാഴ്ചയുടെ പിന്നിലെ ഉദ്ദേശ ലക്ഷ്യവും അതിനകത്തെ പ്രധാനപ്പെട്ട റോളും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. ആ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്വകാര്യ കേസുകൾ ഒത്തുതീർപ്പാക്കുന്നതിനും RSS നേതൃത്വവുമായി നടത്തിയ ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ഈ പറയുന്ന ADGP ഭാഗവാക്കായതാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇയാളെ ഏത് ഘട്ടത്തിൽ പോയാലും സംരക്ഷിക്കേണ്ട ഗതികേടിലേക്ക് വന്നത്. ഇതാണ് യാഥാർത്ഥ്യം. Debate with Arun Kumar.